ഗൈസ് നല്ല മഴയാണ്. അപ്പോ എത്രത്തോളം എന്റെ സൗണ്ട് കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല. പരിവാർ 2025 റിലീസായ തിയേറ്റർ റിലീസായ സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത്ര വലിയ സിനിമ എന്നല്ല, അത്ര വലിയ കഥ എന്നല്ല. ഒരു ചെറിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് കോമഡി രൂപത്തില് അവതരിപ്പിച്ചേക്കാണ്. കാസ്റ്റിംഗ് വൈസ് വലിയ വലിയ ആൾക്കാരാണ് ഈ സിനിമയിൽ. ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, പിന്നെ മൊട്ട രാജേന്ദ്ര, അങ്ങനെ വലിയ വലിയ കാസ്റ്റിലുള്ള ഒരു സിനിമയാണ്. ഒക്കെ പെർഫോമൻസ് എല്ലാവരും നന്നായി അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് കൊണ്ട് എല്ലാ സീനും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി എന്ന് പറയാനായിട്ട് ഞാൻ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ചിരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ക്ലൈമാക്സിലൊക്കെ അടുക്കുമ്പോൾ എനിക്ക് കുറെയൊക്കെ ചളി പോലെ തോന്നി. കുറെ ചളികളൊക്കെ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊന്നും കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എല്ലാരും കൂടി വീട്ടിൽ ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ദ്രസേട്ടനും ജഗദീഷ് ചേട്ടനും കൂടിയിട്ടുള്ള ഒരു സംഭാഷണ രംഗമുണ്ട്. ഒരു സാധനം അത് ഞാൻ ചിരിച്ച് ചത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം സംഭവിച്ചിട്ട് വീട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും മോൻ വരുന്ന ഒരു സീൻ ഉണ്ട്. അതിൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബോഡി എടുക്കുമ്പോ മോന്റെ ഒരു പ്രകടനം ഉണ്ട്. ആ സീനും എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ചെറിയൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലുള്ള സിനിമകൾ ഇടയ്ക്ക് ഇറങ്ങണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു റിലീഫ് കിട്ടുള്ളൂ. ബാക്കിയുള്ള വലിയ വലിയ സിനിമകള്, വലിയ ബ്രഹ്മാണ്ഡ സിനിമകള്, ആക്ഷൻ അങ്ങനെയുള്ള ഹെവി സിനിമകൾ കണ്ടിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്നത് നല്ലതാണ്. അങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അവിടെ നിന്ന് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിന്റെ പകുതിയോടെ ആകുമ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബോറടിച്ചു തുടങ്ങും. പിന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇതേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാവുക. മെയിനായിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയ ഒരു സിനിമയാണ്. അത് കോമഡി രൂപത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സീരിയസ് ആയിട്ട് അവതരിപ്പിക്കാം, കോമഡി ആയിട്ട് അവതരിപ്പിക്കാം. എങ്ങനെ അവതരിപ്പിച്ചാലും ചിലർക്കൊക്കെ കണക്ട് ആവുന്നതാണ്. ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള കുറെ സമ്പ്രദായം ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റും. ആൾക്കാർ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, മെയിനായിട്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു തല്ലൂട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറഞ്ഞു പോണത്. വീട്ടില് എന്താ പറയാ, അച്ഛൻ മരിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം കോമഡി രൂപത്തിൽ ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഇതേപോലെ തന്നെ ഫീൽ ആവണ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഇതേ പാറ്റേൺ ആണെങ്കിലും ഒരു വേറെ രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു സിനിമ. അത് സീരിയസ് ആയിട്ട്, കോമഡി അല്ലാണ്ട് സീരിയസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പോലെ ചെയ്തു വെച്ചിട്ടുള്ള നാരായണിന്റെ 3 ആൺമക്കൾ നടത്തുന്ന സിനിമ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇതേ ഒരു ലൈനാണ്. ഈ സിനിമ അതേപോലെ ആ ഒരു ലൈനാണ്. പക്ഷെ ഇത് ഇത്തിരി കോമഡിയാണെന്ന് മാത്രം, മറ്റേത് കോമഡി ഇല്ല എന്ന് മാത്രം. അത് അത്ര ഒരു വ്യത്യാസമുള്ളൂ. സെയിം ജേണറും കാര്യങ്ങൾ സെയിം ജേണറും പറയാൻ പറ്റില്ല, കാരണം ഇത് കോമഡി എന്റർടൈനറാണ്. അപ്പോൾ അതങ്ങനെ പറയാൻ പറ്റില്ല. ഇതില് കുറെ ഡയലോഗുകൾ ഉണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ ഒരു എന്താ പറയാ, നമ്മൾ കണ്ടുവന്നിട്ടുള്ള നമ്മുടെ നാട്ടുമ്പുറത്തെ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ആൾക്കാര്, എനിക്കത് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ലേ. അത് പറഞ്ഞ ചിലപ്പോൾ സ്പോയിലർ ആവും. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫീൽ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ആള് നന്നായിണ്ട്. ആള് മെയിൻ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കച്ച സാധനമാണ്. ഇത് ആൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ഈ സിനിമയില്. അത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോ ഓൾറൗണ്ട് കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് എന്റർടൈൻ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ നെഗറ്റീവ് പറയാൻ മാത്രം എന്നുള്ള ഒരു സിനിമയല്ല, കാരണം ഇത് ചെറിയൊരു സിനിമയാണ്, ലോ ബഡ്ജറ്റ് സിനിമയാണ്, ചെറിയൊരു കഥയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ മേക്ക് ചെയ്തേക്കുന്നത്. ഫുൾ റിയലിസ്റ്റിക് ആയിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. സിനിമോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെലക്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സിനിമ അങ്ങനെ വേണമെങ്കിൽ പറയാം. പൊട്ട പടം അല്ലെങ്കിൽ കാണണ്ടെന്ന് പറയാൻ പറ്റുന്ന സിനിമ ഒന്നല്ല. ജസ്റ്റ് ഒന്ന് കാണാനോണ്ട് കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. അപ്പോ ചിലർക്ക് ചിലപ്പോൾ നന്നായി ഇഷ്ടപ്പെടും. കോമഡി വൈസ് ചിലർക്ക് നല്ല കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇതാണ് ഈ പടത്തിന്റെ റിവ്യൂ, അതാണ് എന്റെ ഒപ്പീനിയൻ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പൊ മറ്റൊരു വീഡിയോ നാളെ വരുന്നവരിക്കും. അപ്പൊ എല്ലാവർക്കും അതുവരെയും ടേക്ക് കെയർ, ബൈ.